വെള്ളം നിറഞ്ഞില്ല, ആകെ വെള്ളം നിറഞ്ഞില്ല. ഇത് നമുക്ക് പുതിയ ക്രെയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി ക്രെയിന്. പിന്നെ നമ്മൾ ഈ കുരിയാട് വലിയൊരു തോടുണ്ട്, അതിന്റെ അവിടെ നല്ലൊരു കെട്ട് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം കണ്ടങ്ങളെ ഒരു 8 മീറ്ററിലേറെ ഇപ്പൊ ഈ കാറ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് കെട്ടിപ്പൊന്തിക്കാനുള്ളതാണ്. അമ്മമാര് കെട്ടിപ്പൊന്തിക്കണം. എന്താ പറയാ, പിന്നെ കൂരിയാട് അണ്ടർപാസ് ഇപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 200 മീറ്റർ കഴിഞ്ഞാൽ കാണാം. അപ്പൊ എന്താ പറയാ, അവിടെ നിന്ന് തന്നെ കെട്ടിപ്പൊന്തിക്കണമെങ്കിൽ ഇവിടെ ചെമ്പന്തം ഈ ബസ് നിൽക്കണേക്കാട്ടി ഹൈറ്റില് 2 ബസ്സിന്റെ ഹൈറ്റിൽ നമുക്ക് കെട്ടിപ്പൊന്തിക്കാനുള്ള. ഏയ് മുത്തുനാളെ എന്തൊക്കെ കഥ, സുഖമല്ല എല്ലാവർക്കും? വല്ലാത്ത ജാതിയില്ലേ ഇങ്ങനെ നോക്കി. ഞാൻ പണ്ടേ പറഞ്ഞാണ് നമ്മള് കൂരിയാട് അറബിക്കടൽ ഒരേ മാർക്കൊക്കെയാണ്. ഇപ്പൊ മഴ തുടങ്ങിയിട്ടുള്ളൂ. മഴ തുടങ്ങിയപ്പോത്തിന് ഇത്രയും വെള്ളം വരണമെങ്കിൽ കൂരിയാട് അണ്ടർപാസിന്റെ അവിടെ ബാക്കിയുള്ള സ്ഥലം മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. കാനാസിന്റെ വണ്ടിയും ജാമ്പുവാന്റെ വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തകൃത മകയെ പറഞ്ഞു പോലെ. ഏയ് ആരേ എന്ത് സംഭവം, എത്രങ്ങളെ അവസ്ഥ? അപ്പൊ നമ്മള് കൂരിയാട് ഭാഗത്താണ്, നമ്മള് കൊളപ്പുറം കൂരിയാട് ഭാഗത്തുള്ള വിശേഷങ്ങൾ അറിയാനാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളിത് എന്താ കൊളപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളാണ് വരുന്നത്. അപ്പൊ എല്ലാവരും നല്ലൊരു വീഡിയോ ആണ്, ഒരു ലൈക്കോ കമന്റ് ഒക്കെ അടിക്കട്ടാ. എന്നാൽ എല്ലാവരും വീഡിയോക്കാണ് പോയിക്കോളി. പൊന്നാർ ചെങ്ങായിമാരെ, ഇത് നമ്മളെ എല്ലാവർക്കും അറിയപ്പെട്ട സ്ഥലം, ദുബായിക്ക് പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന സ്ഥലം നമ്മളെ കൊളപ്പുറം അങ്ങാടിയാണിത്. കൊളപ്പുറം അങ്ങാടിന്ന് ആന പോണ ഭാഗത്ത്, കോഴിക്കോട് എയർപോർട്ട് റോഡിലേക്ക് പോണ ഭാഗമാണ്. ഇതിപ്പോ കൊളപ്പുറം NH66 കൊണ്ട് എന്താരോ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് പോണ ഭാഗമാണ്. ഇവിടെ നമ്മളെ അനിയേട്ട എന്താ പാട്, സാലിമാർ സ്റ്റീൽസ് കടകള് നമ്മളെ ചങ്കാളുണ്ട് ഇവിടെ. പക്ഷെ ഇതുണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ NH66 ഇപ്പൊ ഈ അങ്ങാടിന്റെ ബാക്ക് സൈഡ് കൂടിയാണ് പോണത്. അതുകൊണ്ട് എന്താ പറയുക, ഇവിടെ ഒരുപാട് എന്താ പറയുക നമ്മളെ നാടിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ഫ്രീ ആയി കിട്ടി. പിന്നെ ഇവിടെ ഇതിങ്ങനെ പോവും. അങ്ങനെ ഇവിടെയുള്ള ബാക്കി ഇതൊക്കെ നമ്മളെ എയർപോർട്ട് ഭാഗത്തേക്ക് പോണ റോഡ് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് കണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലാണ് NH66. ഇവിടെ കുറെ വണ്ടികൾ നോക്കിക്കണേ കണ്ട എന്താ ഈ തണലും മരങ്ങളും പോവില്ലട്ടാ. ഇതിപ്പോ നമുക്ക് ബാക്കിയായ സ്ഥലമാണ്, അതുകൊണ്ട് ബേജാറൊന്നുമില്ല. ഇപ്പൊ നമ്മളെന്താ പറയാ, ഇനി നമ്മൾ പോണത് നമ്മളെ കൂരിയാട് ഭാഗത്തേക്കാണ്. ഈ കൂരിയാട് പാടെന്ന് പറഞ്ഞാല് നമ്മളെന്താ പറയാ, അറബിക്കടലും കൂരിയാട് പാലും ഒരേ മാർക്കായതുകൊണ്ട് രണ്ടും ഏതാന്ന് തിരിച്ചറിയില്ല. അമ്മാരി സമുദ്രമായിട്ട് അറബിക്കടലും കൂരിയാടും ഒരേ മാർക്കായി മാറിയിട്ടുണ്ട്. സത്യം നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ ഇന്ന് ചീത്ത അറിയാനായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഈ വരുന്ന കണ്ടങ്ങള് ഈ സർവീസ് റോഡ് കൂടി ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അറിയാം കൂരിയാട് പാലും അറബിക്കടലിന്റെ അവസ്ഥയും കാര്യങ്ങളും കാണണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ തള്ളി മറിച്ച് പോകുമ്പോൾ വലിയ ഐഡിയ കിട്ടൂല. ഇത് NH66 സർവീസ് റോഡ്, കൂരിയാട് പാളം, ഈ മതിലിന്റെ അപ്പുറത്താണ് അറബിക്കടല് സ്ഥിതി ചെയ്യുന്നത്. അത് പിന്നെ നമ്മൾ എന്താ പറയാ, ഹൈസ്കൂള് കൊളപ്പുറത്തുള്ള ഹൈസ്കൂൾ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതിന്റെ വർക്ക് കാര്യങ്ങള് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഇവിടെ നെട്ടും പോട്ടും തിരിഞ്ഞൊരു കഥകളി സ്ഥലം കേട്ടാ. ഭയങ്കര രസമാണ്. ഇപ്പൊ എന്താ ഈ കൂരിയാട് എത്തുമ്പോൾ നമുക്ക് എന്താ പറയാ, കൂരിയാട് എത്തുമ്പോ ഭയങ്കര ഇതാണ്. കുറെ ചങ്കാളുണ്ട് നമുക്ക് ഈ കൂരിയാട് ഭാഗത്ത്. നമ്മള് വേങ്ങരുന്ന ഒരാൾ പ്രത്യേക ബ്രോ, അള്ളന്റെ അമ്മ ഈ പോണ പോക്ക് കണ്ടിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലല്ലോ. ഇതാണ് ഇവിടെ എന്താ പറയുക 45% പണി നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ NH66 പെര അടിയിലായിട്ട് ഒരുപാട് എന്താ പറയാ താഴ്ചയിലായിരുന്നു. ഇപ്പൊ ഈ വീടിന്റെ ഒക്കെ അവസ്ഥകൾ കണ്ടങ്ങളെ. ഇപ്പൊ ഇവിടെ കാണുന്ന വീട് കാണാം, 2ാം നിലയുള്ള വീടാണ് ആ കാണുന്നത്. പക്ഷെ NH66 റോഡിന്റെ ആയിട്ട് കണ്ടെങ്കിൽ എത്ര മീറ്റർ, ഒരു 7 മീറ്റർ വീതിയിൽ വമ്പ റോഡ് ഉണ്ടാക്കി കണ്ട. KNRന്റെ അവരെ പവറാണ്, റോഡ് വരെ സെറ്റ് ആക്കി കൊടുത്തു. ഡ്രെയിനേജും കൂടിയാണ് ഇപ്പൊ നമ്മൾ പോണത്. കൂരിയാട് ആ പാടത്തിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ നമ്മള് എന്താ പറയാ, കൂരിയാട് അണ്ടർപാസിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആകെ വള്ളം കളിയാണ് മക്കളെ, ഒരു രക്ഷയില്ല. കാണുന്നുണ്ടെങ്കിലേ ഒരു രക്ഷയില്ല. മീൻ പിടിക്കാൻ പോരുന്നതിൽ പോരി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് പൊന്താണ്ട് കിട്ടാം. അപ്പൊ ഇതിന്റെ ഒരുപാട് പണികൾ നടക്കാണ്ട്. ഇതൊക്കെ എന്താ പറയുക, കുറെ പൊന്താണ്ടായതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റൂല. അത്രയും പൊന്താണ്ട വർക്കുള്ള സ്ഥലമാണ് ഈ കൂരിയാട് ഭാഗം. അപ്പൊ ഇവിടുന്ന് ഈ സൈഡ് 2 സൈഡിൽ നിന്ന് വണ്ടികൾ വരും. അത് നോക്കണ്ട, ഇപ്പത്തെ കാലങ്ങൾ നോക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ വിവരം അറിയും മക്കൾ, ഇങ്ങനെ വരാനേ പാടില്ല. എത്ര പിന്നെ നിങ്ങളെ കഥ നല്ല മഴയാണില്ലേ. ഈ നമ്മളെ പ്രവാസികൾ വിചാരിക്കുന്നുണ്ട്, പ്രവാസികൾക്ക് ഈ നാട്ടിൽ മഴ ചെയ്യുമ്പോൾ ഭയങ്കര രസകര അനുഭൂതിയാവും. വന്നിട്ട് കുളം ചാടണം, ആണ്ട് പോകണം, വീണ്ടും പോകണം എന്നൊക്കെ അറിയും. പ്രവാസികളാണ് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. കണ്ട ഈ കെട്ട് കണ്ട കട്ടതാ
കെട്ടി പൊന്തിച്ച് വരണുള്ളൂ. ഇത് ആ കാണുന്ന കൂരിയാട് അണ്ടർപാസിന്റെ മുകളിൽ ഏകദേശം ആടെത്തുമ്പോൾ തന്നെ 10 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അത്ര ഹൈറ്റ് പൊന്തണം. പിന്നെ അവിടെ നമുക്ക് പോലീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വല്ല ഇങ്ങനെ ബ്ലോക്ക് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. അത് സംഭവം പോലീസ് ഇന്ന് പുടുത്തുണ്ട്, നല്ല പുടുത്ത് നടക്കണ്ടല്ലോ. അത് വീഡിയോ ഒന്ന് കട്ട് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യം പറഞ്ഞ അവിടെ ഉണ്ട് 2 ക്യാമറമാൻ എടുക്കണ്ടേ ഏമ്മമാര്. നിങ്ങള് ആകെ കലങ്ങിക്കണേ. ഒരുപാട് അണ്ടർപാസിന്റെ മുകളിൽ കണ്ടെങ്കില് അണ്ടർപാസിന്റെ മുകളിൽ മണ്ണിട്ട് കണ്ട് ഇരപ്പാക്കി. പിന്നെ നമ്മൾ കൂരിയാട് അങ്ങാടിയുള്ള ഒരു പള്ളിയാണ്, ആ പള്ളീൻ്റെ ഭാഗമൊന്നും പോയിട്ടില്ല. പിന്നെ ആ സൈഡ് കണ്ടെങ്കിൽ KNRC മണ്ണ് പുറത്തുനിന്ന് ആൾക്കാർക്ക് നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മൾ എന്താ പഴമ്പുഴ പാലുണ്ടല്ലോ, ആ പാലത്തിൻ്റെ കൂടി പോകുന്ന സർവീസ് റോഡാണ്. അപ്പോൾ സർവീസ് റോഡൊക്കെ ഏകദേശം താറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തപ്പത് കാലം ആകെ വേസ്റ്റ് ആക്കിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ എന്താ കക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പനമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തു കൂടിയാണ് ഇപ്പം നമ്മൾ നിലവിൽ പോകുന്നത്. ഇത് നിലവിൽ പഴയ NH66 അല്ല കേട്ടോ, ഇത് പുതിയ NH തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചും പഴയതാണെന്ന്. പിന്നെ ഏതായാലും നമുക്കറിയാം പനമ്പുഴ പാലത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ആ നമ്മുടെ ബൂട്ട് പാത്ത് നമുക്ക് നടന്നു പോകാനുള്ളത്, പാലത്തിൻ്റെ മുകൾക്ക് ഫ്ലൈ ഓവർമൊക്കെ നടന്നു പോകുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അതിൻ്റെ പണി നടക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഈ ചെറിയ 1 മീറ്റർ 1.25 മീറ്ററിലെ ബൂട്ട് പാത്ത് ഇതെല്ലാം പോയിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ വണ്ടിട്ട് കടന്നു പോകാൻ പറ്റൂല. പിന്നെ ആകെ മാലിന്യമാണ്, മാലിന്യം കൊണ്ട് ആകെ ഇരപ്പായിട്ട് കളപ്പറിച്ചിട്ടതാണ്. പഴയ പാലം എന്ന് പറഞ്ഞാൽ ജാമ്പുവാൻ്റെ കാലത്തുള്ള പാലായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് പെയിൻ്റ് അടിച്ച് പൊട്ടിയിട്ടെടുത്തിട്ടുണ്ടെങ്കിലല്ലോ ഉഷാറായി പോവും. നമുക്ക് തോന്നുന്നു, നമ്മളെ പറഞ്ഞില്ല നമ്മളെ അവിടെ ഹൈവേ പോലീസ് ഉണ്ടാവില്ല. ഈ കൂരിയാട് അണ്ടർപാസിനുള്ളിൽ എന്നും ഹൈവേ പോലീസ് ഉണ്ടാവണതാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണം. നമ്മൾ ക്യാമറ തൂക്കിക്കാണ്ട് ഇങ്ങനെ വരുമ്പോഴേ അത് മോശമല്ലേ, അല്ലാതെ വേറെ പ്രോബ്ലം മോശം ഉണ്ടായിട്ടൊന്നല്ല. നല്ല മഴയാണ് മക്കളെ, മഴയത്തും വെയിലത്തും മായരുതേനി നാടിന്റെ വെട്ടം കളയരുതേ. ഏതല്ല പുഴ നിറഞ്ഞൊഴുകി മക്കളെ, പുഴയല്ല മോനെ പുഴ അല്ലേ. നമ്മള് ആലോചിച്ചത് എന്താ പറയുക, നമ്മള് പറഞ്ഞു പഠിച്ചത് അതാണ് പ്രശ്നം. ഒരു ആംബുലൻസ് കൊണ്ട് പാവം എന്നാലും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണ്ടേ. ഇപ്പോ നമ്മള് പഴയ ഗണ്ണ് പ്ലാസ്റ്ററിങ് ചെയ്തത് കണ്ടെങ്കിലൊരു പാറ സ്റ്റൈലായിട്ടുണ്ട്. പാറ സ്റ്റൈലിൽ എന്ന് പറഞ്ഞാല് കണ്ടെങ്കിൽ എന്തോ ഒരു ഭംഗിയിലാണ്. ഇപ്പൊ നമ്മൾ പോണത് കക്കാട് ഭാഗത്തേക്കാണ്. അപ്പൊ കക്കാട് ഭാഗത്തേക്ക് പോണെങ്കിൽ ഇത് ഏതാ ഗ്രീസിബിയോ എന്താ ഹോണ്ടന്നെ ഉണ്ട് അല്ലേ. കാറിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ചെയ്യാത്ത കക്കാട് ഓവർപാസ് അണ്ടർപാസിന്റെ അടിയിൽ കൂടി പണികളൊക്കെ എന്താ പറയാ അത്ര വലിയ പണികളൊന്നും നടക്കണില്ല കണ്ട. പിന്നെ ചില ഭാഗങ്ങൾ ടാറിങ് ചെയ്തിക്കണേ. ആ കാണുന്നുണ്ടെങ്കിൽ വൺ സൈഡ് ഇങ്ങനെ താൽക്കാലികമായിട്ട് ടാറിങ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മളെ കാണുന്നത്. കണ്ടെങ്കിൽ ടാറിങ് ചെയ്തിക്കണേ. പിന്നെ ഇത് ഈ സൈഡിലുള്ള ബിൽഡിങ് കാര്യങ്ങൾ, ആ സൈഡിൽ ഒരുപാട് കടകളുണ്ട്. ഇവിടെ ഈ ഓവർപാസ് വന്ന് തിരിഞ്ഞാലാണ് നമ്മളെ ചെമ്മാട് ഭാഗത്തേക്കൊക്കെ പോകും. നമ്മള് മമ്പുറം ചെമ്മാട് ഭാഗത്ത് അത് അവിടെ കക്കാട് ഭാഗമാണിത്. ഈ കക്കാട് കഴിഞ്ഞാൽ കരിമ്പില് കാച്ചടി ആ ഭാഗങ്ങളാണ് വരിക. അവിടെയൊക്കെ ഏകദേശം NH66 എന്താ പറയാ പണികളൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കണേ. പിന്നെ ഈ തണുത്തിങ്ങനെ പോകുമ്പോഴേ കാണാൻ ഭയങ്കര രസമാണ്. പെരപ്പണി എടുക്കണമെങ്കിൽ നല്ല ഉഷാറായിട്ട് നടക്കണ്ടല്ലേ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. ഇപ്പൊ നമ്മൾ ഓവർപാസ് കക്കാട് ജുമാ മസ്ജിദിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അണ്ടർപാസിന്റെ അടിയിൽ ഇനി ഒരുപാട് മണ്ണുകൾ നമ്മൾ മാറ്റാണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. എന്താണ് നമ്മളെ ഇത് പഴയ ബിൽഡിങ് നമ്മൾ കണ്ടൂലേ, ആ ബിൽഡിങ് കഴിഞ്ഞത് കക്കാട് കണ്ടകളെ എന്തല്ലേ ഇതിനെ കക്കാട് ജുമാ മസ്ജിദാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ NH66 ഏകദേശം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കാച്ചടി കരിമ്പിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെന്നുപറമ്പ് പൂക്കിപ്പറമ്പ് ഈ ഭാഗമൊക്കെ ഫുള്ള് ഏകദേശം കഴിഞ്ഞ വർക്കുകളാണ്. പിന്നെ ഇതൊക്കെ കുറേ NH66 വേസ്റ്റായ ഭാഗങ്ങളുണ്ട് കേട്ടോ. അത് കാരണം നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക കുറേ സ്ഥലങ്ങൾ ഇതാ വെറുതെ കിട്ടിയിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിക്കണാ. വാഹന പുക പരിശോധന കേന്ദ്രം അതായത് നമ്മൾ കക്കാട് കഴിഞ്ഞൊക്കെയാണ്. നമുക്ക് ഇവിടെ ആരെങ്കിലും പുക പരിശോധന എടുത്തോണ്ടി മക്കളെ. എന്താ പറയുക പോലീസ് ഹെൽമെറ്റ് ബൈക്കൊക്കെ ആണെങ്കിൽ പുക പേപ്പറാണ് ചോദിക്കുക. ഓൽക്കാരാ ബൈക്കിന് 80 രൂപ പുക ടെസ്റ്റ് എടുക്കാൻ ഇതിന് 5 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ ആർക്കാ നഷ്ടം? കമ്പനിക്കാണ്. അപ്പൊ നമ്മള് കരിമ്പിലിതാ കക്കാട് കഴിഞ്ഞ് കരിമ്പിൽ പഴയ ജാമ്പുവാന്റെ കാലത്തുള്ള പമ്പുണ്ടല്ലോ, ആ പമ്പൊക്കെ ഇപ്പോൾ ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ കിടക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോണ കണ്ടില്ല ഞങ്ങള്
എന്താല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ മക്കളെ. ഇവിടെ നമ്മൾ NH-66 പണി കഴിഞ്ഞ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നേരെ ഈ വലത്തെ സൈഡിൽ കയറിയാല് പാട്ടും പാടിയിട്ട് ആക്സിഡന്റ് കൊടുത്താണ്ടല്ലോ 2 മിനിറ്റ് കൊണ്ട് പൂക്കി പറമ്പ് വന്നാണ് ചാടാം. ലൈറ്റുകൾ നിൽക്കണേക്ക് വരി വരിയായി വരി വരിയായി വരി വരി വരിയായി എത്തല്ലേ. ഡ്രെയിനേജ് കുറച്ച് പൊന്തിക്കണേ. അത് ഈ പൊന്തിക്കണേ നല്ലതാട്ടോ. നമുക്ക് എന്താണോ നമുക്ക് നമ്മൾ നടന്നു പോവല്ലോ ആൾക്കാർക്ക്. പിന്നെ നമ്മളെ 3 മീറ്റർ വീതിയും 14 മീറ്റർ നീളമുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ലോകത്തെ ഏറ്റവും വലിയ. അത് കഴിഞ്ഞ് നമ്മൾ കരിമ്പില് ജുമാ മസ്ജിദാണ് ആ കാണുന്നത്. കണ്ടങ്ങളെ ഈ ഇവിടത്തേക്ക് എന്താണോ ഒരു പോക്കാട്ട് പോയാൽ മതി. എന്താ രസാലോ. ഇപ്പോൾ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ഇപ്പൊ നമ്മള് കരിമ്പിൽ ജുമാ മസ്ജിദിന്റെ അടുത്ത് തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട്. നമ്മൾ സർവീസ് റോഡ് അണ്ടർപാസ് മറന്നവരുണ്ടെങ്കിൽ പറയണേ. ഇപ്പൊ അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഴയാണ്. ക്യാമറക്ക് ക്ലാരിറ്റി കുറവ് അതാണ്. അല്ലാതെ ഫോൺ കേടുന്നല്ല. പഠിച്ചോൻ ഇവിടെ ഒരു വണ്ടുണ്ടല്ലോ. അതെന്റെ അമ്മ ആകെ വള്ളക്കല്ലാണ്. ഇവിടെ പണ്ട് വെള്ളം നിന്നാകെ ഒരാൾ ഒഴിച്ചോയില്ല. NH-66 വെള്ളം നിന്നിട്ട് ആ സ്ഥലമായി അടിപൊളിയായി. എങ്ങനെയുണ്ട്? സൂപ്പറായ വെള്ളം തെറിച്ചാണ്ടെങ്കില് എന്തായാലും രസം. ഏതായാലും നമ്മൾ ഇവിടുത്തെ യാത്ര ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ നമ്മൾ പോണത് നമ്മള് വെന്നുപ്പറമ്പ് എന്താ പറയാ വെന്നുപ്പറമ്പല്ലേ നമ്മളെ വെന്നൂരേക്കാണ് എത്താൻ പോണത്. അപ്പൊ വെന്നൂര് അണ്ടർപാസിന്റെ മുകളിൽ കൂടെ ഒക്കെ NH-66 എല്ലാ പണികളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മള് പൂക്കിപ്പറമ്പ് വരെ മൈക്ക ഫുള്ള് ക്യാമറ ഫുള്ള് വെള്ളമായി ഷർട്ട് ആയി എരപ്പായി ചെറിയക്ക്. എന്തായാലും എന്താ മൂക്കിനുള്ള കൂടെ വെള്ളം കയറി അണ്ണാക്ക് കയറി എത്താ കാട്ടണേ. എന്തായാലും അവനക്ക് നല്ലത് മാത്രം വരട്ടെ. എല്ലാപ്പത്തെ പറയാ. അപ്പൊ നമുക്ക് ഇനി ക്യാമറ വരാനുള്ള ഭാഗ്യം കണ്ടില്ല എന്ന് പറയണ്ട. ക്യാമറ വരാനുള്ള സ്ഥലമാണ് ഇത്. നമ്മളെ വെന്നുപറമ്പ് കണ്ടങ്ങള് ക്യാമറ വരാനുള്ള കുറ്റി സ്ഥാപിച്ചു കണ്ടില്ല. ഇനി കണ്ടില്ല കേട്ടില്ല പറയണ്ട. ഒന്ന് നമ്മളെ വെന്നുപറമ്പാണ്. അപ്പൊ ഇനി NH-66 ക്യാമറ എവിടെയെന്ന് ആരും ചോദിക്കാൻ നിൽക്കണ്ട. ഇത് നമ്മളെ ഗോഡൌണിന്റെ ഭാഗമാണ്. എന്നാലും വെള്ളം തെറിച്ച് ആലോചിക്കുമ്പോഴേ ആകെ നന്ദി മനുഷ്യന്മാരെ ഒന്നും പറയണ്ട. എന്താ കാട്ടുക. വെന്നൂര് ഹൈവേ മാർക്കറ്റ്, വെന്നൂര് പെട്രോൾ പമ്പ്, ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോ വെന്നൂര് അങ്ങാടി ഇങ്ങനെ നമ്മള് വെന്നൂര് അങ്ങാടിയൊക്കെ ശരിക്കും എന്താ പറയാ നമ്മള് കാണൂല. അത്രയും ഇതായിക്കണേ. എത്തും വെയിലെത്തും നല്ല മഴ വരുന്നുണ്ട് കേട്ടാ. നല്ല അടിപൊളി ഒരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. എന്താ കാട്ടിന് ആ ക്യാമറന് മറ്റേ ചാർജ് ചെയ്യുന്ന സംഭവം. ആ ചാർജ് ചെയ്യുന്ന സംഭവം മൈക്ക ആ ബോക്സ് ഗീസിലായിരുന്നു. അതൊക്കെ ആ വള്ളത്തിൽ നിറഞ്ഞാൽ എരപ്പായി. ഒരാൾ ആറ്റ് നോറ്റ് തന്നൊരു ഗിഫ്റ്റാണ് അത്. 4 ദിവസമായിട്ടുള്ളതൊക്കെ കിട്ടിയിട്ട് സന്തോഷത്തോടെ പോണ ഇടി കൂടിയാണ് ഓരോ സങ്കടങ്ങള്. എന്ത് കാട്ടാനാ. സമയം മോശം നമ്മളതാണ്. ഇപ്പൊ നമ്മള് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് നേരെ എന്താ പറയാ നമ്മള് ഇങ്ങനെ വന്ന് ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കണ എന്ന് പറയുമ്പോ ജമാ മസ്ജിദ് കണ്ടില്ല ഞങ്ങള്. അപ്പൊ മഴ ഏതാ മക്കളെ ക്യാമറക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ ആകെ പ്രശ്നമാവാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതെന്തായാലും ഈ വീഡിയോ ഇങ്ങനെ വല്ല വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും സോറി പറയണേ ട്ടാ.